കെ രാജഗോപാൽ നമുക്കൊപ്പമുണ്ട്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. കെ രാജഗോപാൽ, തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ആ വാർത്ത കേട്ടത് നടുക്കത്തോടു കൂടിയാണോ, അതോ താങ്കൾ അത് കരുതിയിരുന്നോ, പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് നയിക്കുമെന്നുള്ളത്? ഇന്ത്യയിലെ ലോകത്തുള്ള ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം നടുക്കമുള്ള വാർത്തയാണിത്. അവരിന്ന് വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, വളരെയേറെ സങ്കടപ്പെട്ടിരിക്കുന്ന വാർത്തയാണ്. പ്രത്യേകിച്ച് അന്യസംസ്ഥാനത്തുള്ള ആളുകൾ. ഒരുപക്ഷെങ്കില് ഞാൻ കരുതുന്നത് എം ജി ആറിന്റെയൊക്കെ കാലമായിരുന്നെങ്കിൽ ഇന്ന് തമിഴ്നാട്ടിലെ ആത്മാഹുതി ചെയ്തേനെ അവര്. കാരണം അത്രയേറെ വിശ്വാസമാണ് അവർക്ക്. ശബരിമല അയ്യപ്പ സ്വാമിയെ കാണുന്നത് പോലെ തന്നെ കാണുകയാണ് ശബരിമല തന്ത്രി അവര്. അങ്ങനെയുള്ള തന്ത്രി ഈ അയ്യപ്പന്റെ സ്വത്ത്, പിതൃസ്ഥാനത്ത് നിന്ന് അയ്യപ്പന്റെ സ്വത്ത് അപഹരിച്ച കേസിൽ അറസ്റ്റിലാകുക ചിന്തിക്കാനൊക്കാത്ത കാര്യമാണ്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനൊക്കാത്ത കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നടുക്കമില്ല. കാരണം നമ്മൾ ഈ കേസ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, മാധ്യമപ്രവർത്തകരൊക്കെ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം തന്ത്രിയിലേക്ക് തന്നെ അന്വേഷണം എത്തും, അദ്ദേഹത്തിലേക്ക് തന്നെ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശബരിമല സന്നിധാനത്ത് നിന്ന് എന്തു വസ്തുക്കളും എന്താണെങ്കിലും അഥവാ ഭഗവാന് സമർപ്പിക്കപ്പെട്ട വസ്തുക്കളില് ഒരു മുട്ടുസൂചി പോലുമെങ്കും മറ്റാർക്കും എടുത്തുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല. അവിടെ അതിന് തന്ത്രിയുടെ അനുവാദം വേണം. തന്ത്രിയാണ് ഫൈനൽ അതോറിറ്റി. അദ്ദേഹം പറയുന്നിടത്തേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ ഞാനത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് അറിവില്ലായിരുന്നു, ഞാൻ മഹസ്തറിൽ ഒപ്പിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അവിടുത്തെ നിയമം. അദ്ദേഹം അറിയാതെ ഒരു വസ്തുക്കളും സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു തന്ത്രിയാണ്, അങ്ങനെയുള്ള വളരെയേറെ അധികാരങ്ങളുള്ള ആളാണ്. നമ്മൾ തന്നെ കണ്ടില്ലേ, സന്നിധാനത്ത് കഴിഞ്ഞ തവണ ഈ വൃശ്ചിക 1-ാം തീയതി SIT തെളിവെടുത്ത് തന്നെ എങ്ങനെയാണ്? SIT തെളിവെടുക്കാൻ ചെന്നപ്പോൾ SIT തലേ ദിവസം റിക്വസ്റ്റ് ചെയ്തിരുന്നു, ഞങ്ങൾക്ക് അവിടെ ഈ പോയ സ്വർണം കൃത്യമാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് സാമ്പിൾ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് എന്താണെന്ന് തന്ത്രി മഹേഷ് മോഹനരാണ് തന്ത്രി. അദ്ദേഹം എന്താണ് പറഞ്ഞത്? വൃശ്ചിക 1-ന് നട തുറക്കട്ടെ, നട തുറന്ന് ദേവന്റെ അനുവാദം വാങ്ങിക്കട്ടെ, അനുജ്ഞ വാങ്ങിച്ച ശേഷമേ എനിക്ക് നിങ്ങൾക്ക് അതിനുപോലുമുള്ള സൗകര്യം തരാൻ പറ്റൂ. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്ത്രിക്ക് ഈ കാര്യത്തിൽ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുകയില്ല. അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല, കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു ന്യായീകരണങ്ങളുമില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളാണ് ഈ തന്ത്രി. രാജീവ് ഖണ്ഡ്രയെ പോലെയുള്ള ഒരാൾ സ്വർണ്ണക്കൊള്ളയിൽ ഈ പോറ്റിയുമായി പങ്കുചേർന്ന് ഇപ്പൊ കട്ടളപ്പാളി കേസിലാണ് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അതല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി എന്നൊരു ചോദ്യവും ബാക്കി നിൽക്കുന്നില്ലേ? അത് അൻകുമാർ, അത് ED അന്വേഷണം കൂടെ വന്നെങ്കിലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ED അന്വേഷിക്കുന്നുണ്ട് ഈ കേസ്. അവരിന്ന് കേസ് ചാർജ് ചെയ്യുന്നുണ്ട്. ചാർജ് ചെയ്ത ശേഷം ED അന്വേഷണം കൂടെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തിലെ സാമ്പത്തിക ലാഭത്തെ കുറിച്ചൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ. ചില സംശയങ്ങളൊക്കെ ഉണ്ട്, ചിലയിടത്ത് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്താണ് പോറ്റി? എന്തായാലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണല്ലോ ചെയ്തത്. ഗോവർദ്ധൻ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ചെയ്തത്. ഭണ്ഡാരി ചെയ്തതും സാമ്പത്തിക ലാഭത്തിലാണ്. അപ്പൊ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ് തന്ത്രി. ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. നമ്മൾ 2007 ചിത്രങ്ങളൊക്കെ അന്ന് കണ്ടില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സംശയിക്കാം. ഇപ്പൊ സംശയിക്കാമെന്നേ പറയുന്നുള്ളൂ. ഇപ്പൊ അദ്ദേഹത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടൊക്കെ നാളെ വരുന്നുള്ളെന്നാണ് പറയുന്നത്. അതിനകത്തില് ആ റിമാൻഡ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞ ശേഷമേ നമുക്ക് ആ കാര്യത്തില് വ്യക്തമായ ഒരു കാര്യം പറയാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷെ സംശയം നിലനിൽക്കുന്നുണ്ട് കാര്യത്തില്. യാതൊരു കാര്യത്തിൽ വളരെ വ്യക്തമാണ്. Debate with Dr. Arun Kumar.